ഞാൻ കാരണം എൻ്റെ കുട്ടി പോയിട്ടുമില്ല. ഇത് ജനറ്റിക്കലി കുറേ ഇഷ്യൂസും കാര്യങ്ങളും ഹാർട്ട് ബീറ്റിൻ്റെയും അല്ലാത്ത കുറേ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ പ്രത്യേകം ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഞാൻ എന്തെങ്കിലും കഴിക്കാനിട്ടോ. പ്രഗ്നൻസി മാമ്പു കണ്ടും കുഞ്ഞുങ്ങളെ കണ്ടും മോഹിക്കരുത് എന്ന ഒരു പഴമച്ചൊല്ല് നിൽക്കുന്ന ആളെ ഞാൻ സ്നേഹിച്ചിരുന്നു, റെസ്പെക്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നും തുറന്നു പറയാതിരുന്നത്. ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ കുറച്ച് വേറൊരു കുഞ്ഞും കൂടെ ഇവർ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു 6 മാസത്തിൽ അത് അബോട്ടായി പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇച്ചായൻ കുഞ്ഞാറ്റ. ഫാമിലി വ്ളോഗ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇവരെ പറ്റിയിട്ട് അറിയായിരിക്കും. മിറക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ് എന്നാണ് ഇവരെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അമൽ ജിപ്സി എന്നാണ് ഇവരറിയപ്പെടുന്നത് തന്നെ. അപ്പം ഇവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് യൂട്യൂബിനകത്ത്. 2020 കാലഘട്ടത്തിലൂടെയാണ് ഇവർ യൂട്യൂബിൽ കപ്പിൾസ് വീഡിയോയും അതുപോലെ ഫാമിലി വീഡിയോസൊക്കെ പങ്കുവെച്ച് നവദമ്പതികളായിട്ടാണ് ഇവർ ഈ യൂട്യൂബിലോട്ട് കടന്നു വരുന്നതും. അതുപോലെ കൊറോണ ടൈമിലായിരുന്നു ഇവർ വൈറലാവുന്നതും. ആ സമയത്തൊക്കെ ഇവരെ വീഡിയോസൊക്കെ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോഴും ഇല്ലെന്നല്ല, ഇപ്പോഴും ഉണ്ട്. എന്നാൽ ആ സമയം ഇവർ രണ്ടുപേരും തമ്മിലുള്ള വീഡിയോസൊക്കെ കാണാനും ഡേ ഇൻ ലൈഫ് കാണാനും ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവരെ ഓരോ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും, കുഞ്ഞ് ജനിക്കുന്നതും അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു. അത് കഴിഞ്ഞിട്ട് വേറൊരു കുഞ്ഞും കൂടെ ഇവർ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു 6 മാസത്തിൽ അത് അബോട്ടായി പോകുന്നു. അത് കഴിഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ആ സമയത്തൊക്കെ ഇവർ ഓരോ വീഡിയോസൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഡെയിലിയുള്ള റൂട്ടീനും അതുപോലെ ഡെയിലിയുള്ള ആഹാരവും ഡേ ഇൻ ലൈഫായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പം കുഞ്ഞ് മരിക്കുന്ന സമയത്ത് തന്നെ ഇവർ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് നെഗറ്റീവ് കമൻസുകളൊക്കെ ഇവർക്ക് ഫേസ് ചെയ്യേണ്ട വന്നു. ഒരുപാട് ആൾക്കാർ കുറ്റപ്പെടുത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ജോലിയൊക്കെ ചെയ്തതുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞ് മരിക്കാൻ ഇട വന്നത്, പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കുഞ്ഞ് മരിക്കാനൊക്കെ ഇട വന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കുറ്റപ്പെടുത്തി കമൻറ്റുകളൊക്കെ ചെയ്തതിൻ്റെ ഒരു മറുപടിയായിട്ട് ഒരു വീഡിയോ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയൊക്കെ ആ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുഞ്ഞ് മരിക്കാനുള്ള കാരണം ഞാനിങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി എടുത്തുകൊണ്ടല്ല, എൻ്റെ കയ്യിലെ മിസ്റ്റേക്ക് കൊണ്ടല്ല, അത് ജനറ്റിക്കലി പ്രോബ്ലം ആയതുകൊണ്ടാണ്, ജനറ്റിക്കലി കുഞ്ഞിന് എന്തോ ഒരു കുഴപ്പമുള്ളതുകൊണ്ടാണ്, അത് ഡോക്ടർ പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്തൊരു മറുപടി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കാം. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ യൂറോപ്പിലോട്ട് പോകുന്നു, ജോലിക്കും പഠനത്തിൻ്റെ ആവശ്യത്തിനായിട്ടൊക്കെ പോകുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഇവരെ റെഗുലറായിട്ടൊന്നും കാണാറില്ല. ഇങ്ങനെയൊക്കെ വീഡിയോ നമ്മൾ കാണുന്നുള്ളൂ. പിന്നെ ഇവർ തമ്മിലുള്ള വീഡിയോസൊന്നും കാണുന്നില്ല. ഇവർ തമ്മിലുള്ള എന്താണെന്നും അറിയുന്നില്ല. എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ കഴിഞ്ഞ 1-2 ദിവസം മുമ്പേ ഇവർ യൂട്യൂബിനകത്ത് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് ഇവരൊരു കാര്യം അറിയിക്കുന്നത്. ഒരു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. ഇച്ചായനുമായിട്ട് വേർപിരിഞ്ഞു, ഡിവേഴ്സായി. അപ്പം അതിൻ്റെ കുറച്ച് കാരണങ്ങളൊക്കെ എന്താണ് കാരണങ്ങളെന്നില്ല, അത് കാരണങ്ങൾ സൂചിപ്പിക്കുന്ന രീതിയിൽ. കാരണം ഒത്തൊരുമയായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിച്ചില്ലെങ്കിൽ മരണത്തിനേക്കാളും നല്ലത് രണ്ടുപേരും 2 രീതിയിൽ അങ്ങ് വേർപിരിഞ്ഞ് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടാണ് അവരൊരു പോസ്റ്റ് ഇട്ടത്. എന്തായാലും ആ പോസ്റ്റ് ഒന്ന് ഞാൻ വായിക്കാം. ഇവരെ ഫാമിലി വ്ളോഗിങ്ങിലൊക്കെ ഇവർ നല്ല സന്തോഷത്തോടുകൂടിയും നല്ല ഹാപ്പി ആയിട്ടൊക്കെയാണ് ഇവർ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതും ഇവരെ കണ്ടിട്ടുള്ളത്. കാരണം ഇവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഫാമിലി വ്ളോഗിങ് ഇവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഇവരെ ജനങ്ങൾ കണ്ടിട്ടുള്ളത്. പിന്നെ ഇവരെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്ന് ഒരു പിടിയുമില്ല. എന്താണ് ഇവരെ ലൈഫിൽ സംഭവിച്ചത്? കാരണം ഇവർ ആരും അത് പറഞ്ഞിട്ടുമില്ല. ഇപ്പം ഇച്ചായനായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ കുഞ്ഞാറ്റ എന്ന് പറയുന്ന ഈ ജിപ്സി ആയിക്കോട്ടെ, പുള്ളിക്കാരി ആയിക്കോട്ടെ, ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടില്ല എന്താ സംഭവം എന്ന്. ഒരു കണക്കിന് അത് പറയാതിരിക്കുന്നത് തന്നെ നല്ലത്. കാരണം അതൊക്കെ അവരവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. മറ്റുള്ളവർക്ക് കൊത്തിപ്പറക്കാനെ കൊണ്ട്, വലിച്ചു കീറി തിന്നാനെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടാതിരിക്കുന്നതാണ് അത് നല്ലത്. കാരണം അവരവർക്ക് ഇപ്പം ഒത്തൊരുമിച്ച് പോകാൻ പറ്റത്തില്ലെങ്കിൽ മാക്സിമം നോക്കുക, ഒരു പരിധി വരെ നോക്കുക. അത് കഴിഞ്ഞിട്ട് ഒത്തൊരുമിച്ച് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നിയമപരമായിട്ട് വേർപിരിഞ്ഞ് പോകുന്നതാണ് നല്ലത്. ഓക്കെ, എന്തായാലും പുള്ളിക്കാരി വിവാഹമോചിതയായി എന്ന് കാണിച്ചുകൊണ്ട് യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് ഇട്ടേക്കുന്ന ആ ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം. എന്താ സംഭവം നമുക്ക് നോക്കാം. ടോക്സിക് ആളുകളിൽ നിന്നും ടോക്സിക് വിഷമുള്ള എനർജികളെയും ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ സ്വന്തം വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. ഞാൻ വിവാഹമോചിതയായ ഒരു സ്ത്രീയാണ്. അത് എളുപ്പമായതുകൊണ്ടല്ല, മറിച്ച് എൻ്റെ ജീവിതം നിശബ്ദമായ സഹനത്തേക്കാൾ വിലപ്പെട്ടതാണ് എന്നതുകൊണ്ടാണ്.
വിവാഹമോചനം ഒരു നാണക്കേടല്ല, ജീവിക്കാനും ശ്വസിക്കാനും വളരാനുമുള്ള തിരഞ്ഞെടുപ്പാണ്. ശരിയാണ്. കാരണം ഈ ഫാമിലിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കാരണം സ്വന്തമായിട്ട് ചെന്ന് ആത്മഹത്യ ചെയ്യുന്നതിനേക്കാളും നല്ലത്, അല്ലെങ്കിൽ മറ്റൊരാളെ കൈകൊണ്ട് മറ്റൊരാളുടെ പീഡനം സഹിച്ച് മരിക്കുന്നതിലും നല്ലത് അവരോരോ വഴി തിരഞ്ഞെടുത്ത് അവരവർക്ക് സന്തോഷമായിട്ട് പോവുക. അതാണ് നല്ലത്. അതാണ് ഈ കുട്ടി കൂടെ ചെയ്തിട്ടുള്ളത്. വളരെ നല്ല കാര്യം കേട്ടോ. നമ്മൾ റീസെൻ്റായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അവസാനം അതുല്യ വരെയുള്ള വാർത്ത നമ്മൾ കേട്ടയാണ്. അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇതുമായിട്ട് ഇപ്പം ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൂടെ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണിത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങളെ കൊണ്ട് പോകാൻ പറ്റുന്നത് പോലെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. നിങ്ങളെ ലൈഫിൽ ആഫ്റ്റർ മാരേജിന് ശേഷം നിങ്ങളെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അത് നോക്കുക, ഓവർകം ചെയ്ത് പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുക. ഒട്ടും പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ പിന്നെ ഒട്ടും പറ്റത്തില്ലെങ്കിൽ മുമ്പോട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒന്നും ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. എവിടെയെങ്കിലും കൊണ്ട് തല വെച്ച് ആത്മഹത്യ ചെയ്യാന്നല്ലാതെ വേറെ വഴിയില്ല. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ നിങ്ങൾ പറ്റുന്നത് പോലെ നിങ്ങൾ ശ്രമിക്കുക. ഒന്നും പറ്റാതെ വരുവാണെങ്കിൽ രണ്ടുപേരും സന്തോഷത്തോടുകൂടി വേർപിരിഞ്ഞ് അവരവർക്ക് സന്തോഷമായിട്ടുള്ള ജീവിതത്തിലേക്ക് പോവുക. അതാണ് വേണ്ടത്. ഇപ്പോൾ ഈ കുട്ടി അതാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരു ലൈനും കൂടെ പുള്ളിക്കാരി എഴുതിയിട്ടുണ്ട്, അതും കൂടെ വായിക്കാം. ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ശക്തി, പ്രതീക്ഷ, സത്യം എന്നിവ പങ്കിടാൻ എൻ്റെ ശബ്ദം ഉപയോഗിക്കുന്നു. ഓക്കെ, നല്ല കാര്യം. കാരണം ഇപ്പം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഒരു സ്ത്രീ ഇങ്ങനെ വന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരുപാട് പേരിലേക്ക് എത്തും, ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കും. സാധാരണപ്പെട്ട ഒരു സ്ത്രീ വന്ന് പറയുമ്പോഴത്തേക്ക് അത് എത്രത്തോളം ആൾക്കാർ ശ്രദ്ധിക്കും എന്നറിയത്തില്ല. ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ നമ്മളെ പ്രേരിപ്പിച്ചത് ഈ കുട്ടി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ടാണ്. അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളും ഈ കുട്ടിക്ക് ഉള്ളതുകൊണ്ടാണ് നമുക്കൊരു വീഡിയോ ചെയ്യാൻ തന്നെ തോന്നിയത് തന്നെ. അപ്പോൾ അത് പറഞ്ഞ കറക്റ്റ് തന്നെ. കാരണം ഇവരിലൂടെയാണ് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. കാരണം അനുഭവമുള്ള ആൾക്കാർ തന്നെ വന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും, അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. വെറുതെ ഒരാൾ വന്നിരുന്നിട്ട് ചുമ്മാ വായി തോന്നുന്നു കൊതയ്ക്ക് പെട്ടെന്ന് പറയുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അനുഭവമുള്ള ആൾക്കാർ വന്ന് പറയുമ്പോഴത്തേക്ക് അത് ആൾക്കാർ ഉൾക്കൊള്ളും. ഓക്കെ, അതെ, സമൂഹത്തിന് വിധിക്കാൻ കഴിയും, ഭയത്തിന് മന്ത്രിക്കാൻ കഴിയും. പക്ഷേ എനിക്കറിയാം ആത്മഹത്യയേക്കാൾ കേട്ടോ നല്ലത് വിവാഹമോചനമാണ്. അത് ഭയങ്കര ഒരു പോയിന്റ് തന്നെ കേട്ടോ പുള്ളിക്കാരി പറയുന്നത്. അപ്പം ഇതാണ് പുള്ളിക്കാരി എഴുതി വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഇംഗ്ലീഷിലാണ്, ഞാൻ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടല്ല, കാരണം നമ്മളിപ്പോൾ മലയാളികളായതുകൊണ്ട് മലയാളം പറഞ്ഞാൽ മതിയല്ലോ. ഇംഗ്ലീഷൊന്നും വായിച്ച് നമ്മൾ അത്ര കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളെ കൊണ്ട് നിങ്ങളെ ദാമ്പത്യ ജീവിതം മുമ്പോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കത്തില്ല എങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങളെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല, ആകെ ഒരു ലൈഫേ ഉള്ളൂ. അത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക. ഈ പറയുന്ന നമ്മളാരും 100-150 വയസ്സ് വരെയൊന്നും ജീവിച്ചിരിക്കുമെന്ന് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ജനറേഷൻ വെച്ച് നോക്കി ഒരു 60 വയസ്സ് വരെ നമ്മൾ ജീവിച്ചിരിക്കത്തില്ല. കാരണം ഇന്നത്തെ ഒരു ഇത് അങ്ങനെയാണ്. പണ്ടുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ പറയാം 100 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കും എന്ന് പറയുകയാണ്. ഇപ്പോൾ ഉള്ള ലൈഫ് സ്റ്റൈൽ നമ്മൾ അങ്ങനെയാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ കൊണ്ടുവന്ന ലൈഫ് സ്റ്റൈൽ രീതി, ഉറക്കമില്ല, ഊണില്ല, കഴിക്കുന്നത് മൊത്തവും ജങ്ക് ഫുഡ്, എക്സസൈസ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ലൈഫും വെച്ചുകൊണ്ട് നമ്മളൊക്കെ ഒരു 70 വയസ്സ് വരെ പോയി കഴിഞ്ഞാൽ അത് ഭാഗ്യമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെയുള്ളൊരു ജീവിതമാണ് നമ്മൾ. അപ്പം നമ്മൾ സന്തോഷമായിട്ട് മുമ്പോട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഇനി പോകാൻ പറ്റത്തില്ലെങ്കിൽ ഇതുപോലെ ഈ കുട്ടി ചെയ്ത പോലെ സന്തോഷമായിട്ട് ആ ഒരു ബന്ധം വേർപെടുത്തി സന്തോഷമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ സന്തോഷമായിട്ട് മുമ്പോട്ട് പോകാനാണോ താല്പര്യം ആ രീതിയിലങ്ങ് പോവാം. ഇതിപ്പം ഈ കുട്ടിയുടെ ഒരു സൈഡ് മാത്രമേ നമ്മൾ കണ്ടോളൂ. മറ്റേ ഇച്ചായൻ എന്ന് പറയുന്ന അമൽ എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ഒരു എക്സ്പ്ലനേഷനും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരന് പറയാനുള്ളത് എന്താണെന്ന് നമുക്കറിയത്തില്ല. ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ആ പുള്ളിയുടെ സൈഡ് കേൾക്കാത്തതുകൊണ്ട്, പുള്ളിക്ക് പറയാനുള്ളത് പുള്ളി പറയാത്തതുകൊണ്ട് നമുക്ക് പുള്ളിക്കാരനെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ആൾക്കാർ കാണും. ഈ കുട്ടിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ പുള്ളിക്കാരനെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ രണ്ടുപേരെയും സൈഡ് കേട്ടിട്ട് മാത്രമേ നമ്മൾ എന്താണെന്ന് അഭിപ്രായം കറക്റ്റായിട്ട് പറയാവൂ. പക്ഷേ
ഇവരുടെ ലൈഫിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ വലുതായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തോ ചെറിയ ചെറിയ ഇഷ്യൂസ് ആണെന്ന് തോന്നുന്നു. ഇപ്പം ഈ ഒരു പ്രഗ്നൻറ്റുമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞ് മരിക്കാനുള്ള കാരണവുമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയമായിരിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി വിദേശത്തേക്ക് പോകുന്നു, അവിടെ പഠിക്കാനും ജോലിക്കൊക്കെ പോകുന്നു. അപ്പം എന്താണ് അതിന് കാരണം നമുക്കറിയത്തില്ല. എന്തായാലും ഇവരെ ആ സമയത്ത് കുഞ്ഞ് മരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് ഇവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ കുട്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് കണ്ടുപോകാം. 6-ാം മാസമാണ്. നമ്മൾ 5th മന്ത് സ്കാനിനോട് കൂടിയിട്ടാണ് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. ജനറ്റിക്കലി ഉള്ള പ്രശ്നമാണ്, അല്ലാതെ ഞാൻ പണിയെടുത്തിട്ടോ ഞാൻ ഓടി നടന്നിട്ടോ ഞാൻ റെസ്റ്റ് എടുത്തില്ല എന്ന് പറഞ്ഞിട്ടോ ഉള്ള പണിയല്ല. എനിക്ക് എൻ്റെ വീട്ടിൽ ചെയ്യുന്ന പണി എനിക്ക് എൻ്റെ കൊച്ചിനെ ഞാൻ കാരണമായിട്ട് ഞാൻ ഒന്നും വെച്ച് വെച്ചിട്ടില്ല. ഞാൻ കാരണം എൻ്റെ കുട്ടി പോയിട്ടുമില്ല. ഇത് ജനറ്റിക്കലി കുറേ ഇഷ്യൂസും കാര്യങ്ങളും ഹാർട്ട് ബീറ്റിൻ്റെയും അല്ലാത്ത കുറേ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ പ്രത്യേകം ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഞാൻ എന്തെങ്കിലും കഴിക്കാനിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടോ അല്ലെങ്കിൽ എൻ്റെ പ്രോബ്ലം കൊണ്ടോ ഞാൻ റെസ്റ്റ് എടുക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ചൈൽഡ് എന്തെങ്കിലും ഇതുകൊണ്ടൊക്കെ ആണോ അല്ലെങ്കിൽ എൻ്റെ മെൻ്റലി ഇതുകൊണ്ടൊക്കെ ആണോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ജനറ്റിക്കലി ഉള്ളതാണ്, ഇതൊന്നും അങ്ങനെയല്ല, ദൈവം ഇങ്ങനെയാണ് തന്നേർന്നത് എന്നാണ് പറഞ്ഞത്. നമ്മൾ മുന്നോട്ട് ജീവിക്കാൻ നോക്കണേ. എനിക്ക് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയാണ് സത്യത്തിൽ. എന്നെ മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് നിങ്ങൾ ഓരോരുത്തരും എന്നെ പറഞ്ഞിരുന്നു എന്നെ കുത്തി നോവിക്കരുതെന്ന്. ഓരോ വീഡിയോയുടെ താഴെ ഓരോ പഴയ വീഡിയോസിന്റെ താഴെ ഓരോരുത്തർ കമന്റ് ആയിട്ടും കൊച്ചു അബോട്ടായി നീ കളഞ്ഞല്ലോ, ഞാൻ റെസ്റ്റ് എടുക്കാത്തതുകൊണ്ട് പോയല്ലോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് ദൈവം അങ്ങനെ തന്നത്. ഞാനിപ്പോ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോവാണ്. എനിക്ക് എന്റെ കൊച്ചിന് വേണ്ടിയിട്ടും എന്റെ കെട്ടിയോന് വേണ്ടിയിട്ടും എനിക്ക് ജീവിക്കണം. ഒരുപാട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവർ പോസ്റ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞ് മരിച്ചതിന് ശേഷം അബോട്ടായി പോകുന്നതിന് ശേഷം ഒരുപാട് നെഗറ്റീവ് കമൻസുകളും ഒരുപാട് സൈബർ അറ്റാക്കും ഇവർ വന്നിട്ടുണ്ടായിരുന്നു കമൻറ്റിലൂടെ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് സാധാരണ ഇവർ പൊതുവെ എല്ലാ കമൻറ്റും ഈ ഒരു കുട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കമൻറ്റും വായിച്ചിട്ട് കുത്തിയിരുന്ന് കമൻറ്റ് വായിക്കും. കമൻറ്റ് വായിച്ചിട്ട് അതുമായിട്ടങ്ങ് ഇതായിട്ട് അലിഞ്ഞങ്ങ് പോകുന്നൊരു ടൈപ്പാണ് ഈ കുട്ടി. കമൻറ്റ് വായിച്ചിട്ട് പുള്ളിക്കാരി അങ്ങ് ഇല്ലാതായി പോകുന്നൊരു രീതിയിലേക്കാണ് പുള്ളിക്കാരി പോയിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം ഈ സമയത്തൊക്കെ ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ നമ്മൾ ഒഴിവാക്കി കളയും, അതാണ് വേണ്ടുന്നത്. കമൻറ്റ് നോക്കുകയേ ചെയ്യരുത്. കമൻറ്റിൽ പല ആൾക്കാരും പല അഭിപ്രായങ്ങളും പല കുത്തുവാക്കുകളും പല രീതിയിൽ നമ്മളെ താഴ്ത്താനും നശിപ്പിക്കാനും ശ്രമിക്കും. പക്ഷെ അതൊന്നും നമ്മൾ കണ്ടില്ലെന്ന് നടിച്ച് വിടും, അതാണ് വേണ്ടത്. പക്ഷേ ഈ കുട്ടി അതെല്ലാം കുത്തിയിരുന്ന് വായിച്ചിട്ടു, അതിനൊരു വീഡിയോ എക്സ്പ്ലനേഷൻ ആയിട്ടൊരു വീഡിയോ ഇട്ടു. അപ്പോൾ ഈ കമൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലെ മിസ്റ്റേക്കാണ്, നിൻ്റെ കയ്യിലെ മിസ്റ്റേക്ക് കൊണ്ടാണ് കുട്ടി മരണപ്പെട്ടത്. നീ ഇത്രയും ഹാർഡ് വർക്കും ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു കെയറിങ്ങും ഇല്ലാതെ പോയോണ്ടാണ് ഇത്രയും ഇതായെന്ന് മരിക്കാനിട വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഇവർ ഡേ ഇൻ ലൈഫ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടേയിരുന്നു ഈ സമയത്തൊക്കെ. അപ്പം ഫാമിലി വ്ളോഗേഴ്സിൻ്റെ മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസി ടൈമിലുള്ള കാര്യങ്ങളൊക്കെ അവർ കൊണ്ട് വീഡിയോക്കകത്ത് ഇടും. അപ്പം അങ്ങനെ ഇവരും ചെയ്തുകൊണ്ടിരുന്നത് ഇവരെ കാര്യങ്ങളൊക്കെ പ്രഗ്നൻസി അപ്ഡേറ്റ് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ വീഡിയോക്കകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റീസൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് ജനറ്റിക്കലി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഡോക്ടർ കൺഫേം ചെയ്തതാണ്, ഡോക്ടർ പറഞ്ഞതാണ്. 6ാമത്തെ സ്കാനിങ്ങിലാണ് 5ാമത്തെ മെയിനായിട്ടൊരു സ്കാൻ ഉണ്ടല്ലോ, ആ സ്കാനിങ്ങിലാണ് അത് കണ്ടുപിടിച്ചത്. ശരിയാണ്, ആ സ്കാനിങ്ങിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പം അത് ജനറ്റിക്കലി ഉള്ള ഇഷ്യൂ ആയിരുന്നു. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, അല്ലാതെ എൻ്റെ കയ്യിലെ മിസ്റ്റേക്ക് അല്ല, ഞങ്ങളുടെ കയ്യിലെ മിസ്റ്റേക്ക് അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കൊടുത്ത വീഡിയോ ആണ് നേരത്തെ നിങ്ങൾ കണ്ടത്. അത് കുഞ്ഞ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവരൊരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ സ്റ്റാറ്റസിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിയിട്ടുള്ളത് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6th മന്ത് പ്രഗ്നൻസി, മാമ്പു കണ്ടും കുഞ്ഞുങ്ങളെ കണ്ടും മോഹിക്കരുത് എന്ന് ഒരു പഴമച്ചൊല്ലുണ്ട്. ശരിയാണ്, അത് അതിനെന്തെങ്കിലും അർത്ഥം കാണുമായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അന്ന് ഇങ്ങനൊരു പഴഞ്ചൊല്ല് തന്നെ രൂപപ്പെട്ടത്. പക്ഷെ ഇപ്പം ഈ കുട്ടിയുടെ കാര്യത്തിൽ അത് കറക്റ്റായിട്ട് തോന്നിയാണെങ്കിൽ പറയാം. എനിക്ക് 6 മാസം ഞാൻ വയറ്റിൽ ചുമന്നിട്ടല്ലേ മോഹിച്ചത്, എനിക്ക് തരണില്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ കൊതിപ്പിച്ചത്, എനിക്ക് തരത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കൊതിപ്പിച്ചത് എന്നാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ കുഞ്ഞ് മരിച്ചതിന് ശേഷം ഇട്ടൊരു സ്റ്റാറ്റസാണ് സോഷ്യൽ മീഡിയ. അത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയ ഇട്ടിട്ട് ഒരു 3 ഡോട്ട് ഇട്ടിട്ട് ഞാൻ ആൾറെഡി എൻ്റെ പ്രഗ്നൻസി സോഷ്യൽ മീഡിയയിൽ റിവീൽഡ് ചെയ്തിരുന്നു, അതുപോലെ ഇനി എൻ്റെ കൂടെ എൻ്റെ പൊന്നോമന ഇല്ല എന്നും അറിയിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞ് മരിച്ചതിന് ശേഷം ഇവരൊരു ഇൻസ്റ്റഗ്രാമിലൊരു സ്റ്റോറി ഇടുന്നു. ആ സ്റ്റോറിയിൽ ഇവർ പറഞ്ഞിട്ടുള്ളത് ഈ കുഞ്ഞിൻ്റെ പ്രഗ്നൻസി കാര്യങ്ങളൊക്കെ ഇവർ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മുമ്പേ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ കുഞ്ഞ് മരിച്ചതുമായിട്ടുള്ള പ്രശ്നവും ഇവർ തുറന്നു പറഞ്ഞു. ഇവർക്ക് വേണമെങ്കിൽ തുറന്നു പറയാതിരിക്കാം ഇതൊക്കെ, പക്ഷെ അവരത് തുറന്നു പറഞ്ഞു.
അതുപോലെ ഇനി എൻ്റെ കൂടെ എൻ്റെ പൊന്നോമന ഇല്ല എന്നും അറിയിക്കുന്നു. സത്യം പറഞ്ഞാൽ അന്ന് ഇവരെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തി. കാരണം ഇവർ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ 6 മാസം ഇവർക്ക് ഇപ്പോൾ താല്പര്യമില്ല എങ്കിൽ ഇവർക്ക് അന്നേ ഇതിനെ ഒഴിവാക്കാമായിരുന്നു. 6 മാസമൊക്കെ വേദന സഹിച്ച് കഷ്ടപ്പെട്ട് 6 മാസം വരെ കൊണ്ടുപോയിട്ട് ഏതൊരു അമ്മയാണ്, ഏതൊരു ആളാണ് ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കുന്നത്? ഒരിക്കലും അങ്ങനെ ആർക്കും സാധിക്കത്തില്ല. അപ്പം അത് ജനറ്റിക്കലി ഉള്ളൊരു ഇഷ്യൂവിൻ്റെ പ്രശ്നത്തിൻ്റെ കാരണത്താലാണ് ആ കുഞ്ഞിന് അങ്ങനെ സംഭവിച്ചത്. അന്ന് ഇവർക്ക് ഒരുപാട് പേര് ഇവരെ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമൻ്റ് ഇട്ട് ഒരുപാട് പേര് ഇവരെ തളർത്തി. അപ്പോൾ എന്തായാലും ഇപ്പം ഇവർ വിവാഹമോചനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം ഈ ഒരു അപ്ഡേഷൻ ഈ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടതിന് ശേഷം പിന്നെ ഒരു സ്റ്റോറിയും കൂടെ ഇവർ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നുണ്ട്. ഓക്കെ, അതും കൂടെ ഞാനൊന്ന് വായിക്കാം. ഇത് ഇവരെ വിവാഹമോചനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റാറ്റസാണ് ഈ പെൺകുട്ടി ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യക്തമായ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഡിവേഴ്സ് മുൻപോട്ട് വെച്ചത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഞാൻ സ്നേഹിച്ചിരുന്നു, റെസ്പെക്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നും തുറന്നു പറയാതിരുന്നത്. ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ കുറച്ച് പെൺകുട്ടികൾ എനിക്ക് മെസ്സേജ് വിത്ത് സ്ക്രീൻഷോട്ട്സ് അയച്ചു. ഇത് ഇന്നും ഇന്നലെയും എടുത്ത തീരുമാനം അല്ല. ഇവർ തമ്മിൽ എനിക്ക് തോന്നുന്നപ്പം അത്യാവശ്യം നല്ല എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ചെറിയ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ സോൾവ് ചെയ്ത്, ഞാൻ ആദ്യം പറഞ്ഞാണ് ചെറിയ പ്രശ്നങ്ങളെ കാണുന്നു. പക്ഷേ ഈ ഒരു സ്റ്റാറ്റസ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് അത്ര ചെറിയ പ്രശ്നങ്ങളല്ല. പക്ഷേ എന്നിരുന്നാലും ഈ പെൺകുട്ടിയോ അല്ലെങ്കിൽ ഈ ഇച്ച എന്ന് പറയുന്ന വ്യക്തിയോ കാണിച്ചത് നല്ല കാര്യം തന്നെയാണ്. ഇവരെ പ്രശ്നങ്ങൾ എന്താണെന്ന് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് സോഷ്യൽ മീഡിയക്കാർക്ക് തിന്നാൻ കൊടുത്തില്ലല്ലോ, ജനങ്ങൾക്ക് കുത്തിപ്പറക്കാൻ ഇട്ട് കൊടുത്തില്ലല്ലോ. അത് തന്നെ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഒരുപാട് ആൾക്കാരുണ്ട്, ഫാമിലി വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, ഇതുപോലുള്ള അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ അത് എടുത്തുകൊണ്ടൊന്ന് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് കൊത്തി തിന്നാൻ കൊടുത്തിട്ട് അവസാനം അത് ഏറ്റുപിടിക്കാൻ കുറേ ആൾക്കാർ, അതിന് കമൻറ്റിട്ട ആൾക്കാർ വന്ന് ലാസ്റ്റ് അവരുടെ തലമുണ്ടയിലോട്ട് കയറും. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതിലും എത്രയോ നല്ലതാണ് ഇതുപോലുള്ള കാര്യങ്ങൾ. വേറെ പിരിഞ്ഞെങ്കിൽ ഇപ്പോൾ വീഡിയോയിൽ കാണാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആൾക്കാർ ചോദിക്കും, എന്തി കെട്ടിയവൻ എന്തി, ഹസ്ബൻഡ് എന്തി, അല്ലെങ്കിൽ പെണ്ണുമ്പിള്ള എന്തി, മോളെന്തി, മക്കൾ എന്തി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരു മറുപടി ആ സമയത്ത് പറയുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ എന്തെങ്കിലും വന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് പോകാൻ നല്ലത്. നമ്മൾ വേറെ പിരിഞ്ഞു, ഇനി ഇതിനെ പറ്റിയിട്ട് ആരും ചോദിക്കണ്ട. അപ്പം ഓക്കെ, 2.5 വർഷം മുമ്പ് മൂവാറ്റുപുഴ കുടുംബ കോടതിയിൽ ഞാൻ ഡിവേഴ്സായി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2.5 വർഷം മുമ്പാണ് ഇവർ കേസ് കൊടുത്തിട്ടുള്ളത്. അന്നേ നടക്കുന്ന വിഷയമാണ്. ഇതൊന്നും നമ്മൾ ഇപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. പിന്നെയും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുമ്പോട്ട് വെച്ചത് നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ടായിരുന്നു. ഓരോന്ന് ആവർത്തിച്ചും പിന്നീടുള്ള ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ മാത്രമാണ് ഞാൻ ഈ തീരുമാനം എടുക്കാൻ കാരണം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അപ്പം ഇത്രയേ ഉള്ളൂ ഈ കുട്ടിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മാക്സിമം നമ്മൾ മുമ്പോട്ട് പോകാൻ നോക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ നോക്കുക, ശ്രമിക്കുക. പക്ഷെ ഒട്ടും പറ്റാതെ വരുമെങ്കിൽ, എക്സ്ട്രീം ലെവലിലോട്ട് ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ഒഴിവാക്കുക. അല്ലാതെ ആത്മഹത്യ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുന്നതിലും എത്രയോ നല്ലതാണ് ഈ പരിപാടി. ഹാപ്പിയായിട്ട് മുമ്പോട്ട് ജീവിച്ചു പോവുക, അതല്ലേ വേണ്ടുന്നത്. ഇപ്പം തന്നെ നമ്മൾ ഏറ്റവും അവസാനം ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതുല്യയുടെ കേസ് എടുത്ത് നോക്കിയേ, ആ കുട്ടിയുടെ അവസ്ഥ നോക്കിയേ. സത്യം പറഞ്ഞാൽ ആ കുട്ടിയൊന്നും അങ്ങനെ ചെയ്യരുതായിരുന്നു, ജീവിച്ച് കാണിക്കണമായിരുന്നു, മുമ്പോട്ട് ജീവിച്ച് കാണിക്കണമായിരുന്നു. അതാണ് വേണ്ടത്. അതുപോലെ ഒരുപാട് പെൺകുട്ടികളുണ്ട്, ഷൈനി, വിവഞ്ചിക, എത്ര പെൺപിള്ളേർ. ഇപ്പം ഷൈനിയുടെ കുറ്റപത്രം പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. ആ 2 പിള്ളേരെയും കൊണ്ട് ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി മരിച്ച പെൺകുട്ടി, അതും ഭർത്താവിൽ നിന്നുള്ള ക്രൂരമായിട്ടുള്ള പീഡനത്തിൻ്റെ ഇരയായിട്ടാണ് അവരും ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളായിട്ട് തന്നെ ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുക, അതാണ് വേണ്ടുന്നത്. അപ്പം ഈ കുട്ടി ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. അവരെ സ്വന്തം ലൈഫിൽ നടന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് പിച്ച് കീറുന്നതിനും എത്രയും നല്ലത് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് കൊടുത്തിട്ട് അത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് കുട്ടിക്ക് തോന്നി. അതാണ് നല്ലതെന്ന് അത് കാണുന്ന നമുക്കും അതാണ് തോന്നുന്നത്. അത് തന്നെയാണ് നല്ലത്, അതിൻ്റെ ശരി. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഫൈറ്റ് ചെയ്ത് എൻ്റെ ഭാഗത്താണ് ശരി, നിൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നതിലും എത്രയോ നല്ലതാണ് ഇതിനകത്ത് അവർ പറഞ്ഞിട്ടുള്ള ആ വ്യക്തിയെക്കുറിച്ച്
കാരണം ജീവിതം മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അല്ലാതെ ആ വ്യക്തി ഇന്നത് ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്ത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം നമ്മൾ ഈ കുട്ടിയുടെ സൈഡ് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ, പുള്ളിക്കാരൻ്റെ സൈഡൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതുപോലൊരു അവസ്ഥയാണ് നിങ്ങൾ നേരിടുന്നെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് നിന്നൊരു തീരുമാനമെടുത്ത് മുമ്പോട്ട് ജീവിച്ച് കാണിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. See you guys.